മാമാട്ടിയെ എനിക്ക് തരാവോ? ഇല്ല, എന്റെ അമ്മയെ വിട്ട് ഞാൻ എങ്ങും വരില്ല. മാമാട്ടിക്കൊപ്പം മാമാട്ടിയുടെ അമ്മയെ ഞാൻ കൊണ്ടുപോയാലോ? എടോ, ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നത്. അതും ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച്. എനിക്കിഷ്ടോ രണ്ടുപേരെയും. ഞാൻ റെഡിയാ. അമ്മ റെഡിയല്ലല്ലോ മാമാട്ടി. ഓക്കെ പറ അമ്മേ, നല്ല അങ്കിളല്ലേ? നോക്ക് സഞ്ജയ്, ആർ യു സീരിയസ്? യെസ്, ഐ ആം വെരി സീരിയസ്. എന്റെ കുടുംബം, ജോലി, പിന്നെ എന്റെ ഈ മാമാട്ടി എല്ലാം അറിഞ്ഞുകൊണ്ട്. ഈ നിമിഷം തോന്നിയ വികാരമല്ല, കണ്ട അന്നു മുതൽ. സാന്ദ്രയുടെ സത്യസന്ധത, തുറന്ന ഇടപെടൽ, ആത്മാർത്ഥത, പിന്നെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും IAS ആവണമെങ്കിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾ എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. അത് തന്നെയാ ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞ സമ്മാനം എടുക്കട്ടെ. എന്റെ കൂടെ എന്റെ ജീവിത സഖിയായി ജീവിത അവസാനം വരെ ജീവിക്കാൻ വിരോധമില്ലെങ്കിൽ ഈ ദേവീ സന്നിധിയിൽ വെച്ച് ഞാൻ ഈ മോതിരം അണിയിക്കട്ടെ. വിരല് കാണിക്കമ്മേ, നല്ല മോതിരവാ. അത് സഞ്ജയ് ഇപ്പോ ഇവിടെ വെച്ച് അമ്മയൊന്നും അറിയാതെ. അറിയിക്കാം, എല്ലാരെയും അറിയിക്കാം. ഇത് എന്റെ ഒരു സമ്മാനമാണ്. വിരല് നീട്ടമ്മേ, ഇല്ലെങ്കിൽ അങ്കിള് മോതിരവും കൊണ്ട് പോവും. പെട്ടെന്ന് നീട്ട്. ഡോക്ടർ അങ്കിളെ, എനിക്കില്ലേ മോതിരം? അങ്കിള് മാമാട്ടിക്ക് ഒരു കുഞ്ഞു മോതിരം വാങ്ങിത്തരുന്നുണ്ട്. വാ.
ഈശ്വര, ഞാൻ എന്താ ഈ കണ്ടത് കേട്ടത്? നിൽക്കുന്ന കണ്ടില്ല, ഒന്നും മിണ്ടാതെ. ഒരാളും അറിഞ്ഞില്ല അവര് തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന്. ഇനി വസുന്ധരയിടത്തേക്ക് അറിയോന്ന് അറിയില്ല. മോള് സബ് കളക്ടർ ആണല്ലോ, സഞ്ജയ് ആണെങ്കിൽ ഡോക്ടറും. നല്ല ബന്ധമാണെന്ന് ഏടത്തേക്ക് തോന്നിക്കാണും. നടക്കട്ടെ എന്ന് കരുതിയും കാണും. നിർത്ത്, മതി വിളമ്പിയത്. എന്ത് നല്ല ബന്ധം? ഒരു നല്ല ബന്ധമല്ല. സാന്ദ്രയെ എനിക്കറിയാം, സഞ്ജയനെ എനിക്കറിയാം. ആരാണ് നല്ലത് ആരാണ് ചീത്തയെന്നൊക്കെ എന്നെ പഠിപ്പിക്കണ്ട. എന്റെ മോളുടെ മനസ്സിൽ ആശ കൊടുത്തിട്ട് ചതിച്ചെങ്കിൽ കാരണക്കാരിയായി അവളെ വിടരുത്. അവൾ എവിടുത്തെ സബ് കളക്ടർ ആയാലും തകർത്ത് കളയണം. വാടകയ്ക്ക് ആളെ വെച്ചിട്ടായാലും അവളുടെ കൈയും കാലും വെട്ടണം. കൈയും കാലും വെട്ടലല്ല വേണ്ടത്. അവര് തമ്മില് വിവാഹം നടക്കരുത്. അനുവദിക്കില്ല ഞാൻ. പാർവതി, അവളോട് കെട്ടും കിടക്കെ എടുത്ത് റെഡിയായിക്കോളാം പറ. വല്ല കാസർകോട്ടേക്കോ മലമൂട്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യും. നരകിക്കിട്ട പോയി. പാർവതി വയ്ക്കോ. ഗുണ്ടായിസമോ ട്രാൻസ്ഫറോ അല്ല വേണ്ടത്. വേണ്ടത് ഞാൻ ചെയ്തോളാം. നല്ല മോതിരം. ഇതുപോലെ എന്നും മോതിരം കിട്ടുമെങ്കിൽ നമുക്ക് എന്നും അമ്പലത്തിൽ പോവാം. പതുക്കെ. അതെ, ഒന്നും ഒരാളോടും പറയണ്ടാട്ടോ. വീട്ടിൽ ചെന്ന് പറയരുത്. ഇല്ല, അമ്മൂമ്മയോട് മാത്രം പറയത്തില്ല. എൻ്റെ കൂടെ എൻ്റെ ജീവിത സഖിയായി ജീവിത അവസാനം വരെ ജീവിക്കാൻ വിരോധമില്ലെങ്കിൽ ഈ ദേവീ സന്നിധിയിൽ വെച്ച് ഞാൻ ഈ മോതിരം അണിയിക്കട്ടെ. എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടാ. അമ്മേ, എന്താ മോളെ? എനിക്കൊരു 500 രൂപ തരൂ. 500 രൂപയോ? എന്തിനാ മോൾക്ക് 500 രൂപ? എനിക്ക് ലഡു വാങ്ങാനാ. ഇവിടുത്തെ ആളുകൾക്കും മുത്തശ്ശിക്കും ഒക്കെ മധുരം കൊടുക്കണം. അതെന്തിനാ ഇപ്പോ? വിശേഷപ്പെട്ട ദിവസമല്ലേ ഇന്ന്. അമ്മയ്ക്കല്ലേ വിശേഷം? അമ്മയ്ക്ക് എന്ത് വിശേഷമാടാ? അങ്കിള് മോതിരം ഇട്ടത് വിശേഷമല്ലേ? ഓ, അങ്ങനെയോ? അതെ, അത് വലിയ വിശേഷം തന്നെയാ. അതിന് മധുരം കൊടുക്കണം. എന്റെ മാമാട്ടി, മോളൊന്നും മിണ്ടാതിരിക്ക. ആരെങ്കിലും കേൾക്കും. ഞാൻ പറഞ്ഞതല്ലേ മോളോട്. ദേ, കുറുമ്പ് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ കാര്യമൊന്നും പറയില്ല അമ്മേ, എന്റെ ഒരു സന്തോഷത്തിന്. അമ്മയ്ക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട് മോളെ, വരാൻ നേരമില്ല. ഇവിടെ തൊട്ടടുത്ത് ബേക്കറി ഉണ്ടല്ലോ അമ്മേ, ബാലുങ്കളുടെ കുട്ടി പൊയ്ക്കോളാം. മോളെ, മോൾക്ക് ശത്രുക്കളുള്ള കാര്യം അറിയാലോ? ഇല്ല അമ്മേ, ഇവിടെ ഒന്നും മാമാട്ടിയെ കൊണ്ടുപോകാൻ ആരും വരില്ല. ബാലു, എന്താ മേഡം? ബാലു പോയി ഒരു 50 ലഡു വാങ്ങിട്ട് വാ. ബാലുങ്കളെ ഞാനും കൂടെ വരും. വേണ്ട മോളെ, ബാലു വാങ്ങിച്ചോണ്ട് വരും. എനിക്കും പോണം. വന്നോട്ടെ മേഡം, ഞാനില്ലേ കൂടെ. ബാലു, സൂക്ഷിച്ചോണേ. ഓ, വാ മോളെ. ബാലു, സൂക്ഷിച്ചു പോണേ. ശരി മേഡം. നമുക്ക് അടുത്തുള്ള ബേക്കറി പോയി മേടിക്കാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്.
മോക്ക് ഐസ്ക്രീമും മേടിച്ചു തരാം കേട്ടോ. മോക്ക് ചോക്ലേറ്റ് ഫ്ലേവർ മതിയോ? എന്താ സാർ, ഒരു 50 ലഡു ഒരു ഐസ്ക്രീമും. ഓക്കെ, ചോക്ലേറ്റ് ഫ്ലേവർ. ശരി, ലഡു പാക്ക് ചെയ്യുന്നവരെ മോൾ ഇവിടെ ഇരുന്നു കേട്ടോ. ഐസ്ക്രീം ഇപ്പൊ വരും, ഇരിക്കും. അങ്കിൾ ഇപ്പൊ വരാമേ. എടുത്തി അറിഞ്ഞോ? എന്താ? ഞാനൊരു കാഴ്ച കണ്ടു. സാന്ദ്രയുടെ മോതിരമാറ്റ ചടങ്ങ് കഴിഞ്ഞു. എടുത്തിയോട് എന്നോട് ഒന്നും അറിയിക്കാതെ. പേരയും ദേവീക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. മറ്റാരെ അറിയിക്കാതെ രഹസ്യമായിട്ട് അവര് പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയായിരുന്നു അത്. എന്നോട് പറയാതെ എന്റെ മോൾ അത് ചെയ്യില്ല. ദൈവാധീനം കൊണ്ടാ എനിക്ക് അമ്പലത്തിൽ പോകാൻ തോന്നിയത്. ചെന്നപ്പോ കണ്ട കാഴ്ചയോ? പാർവതി, അനാവശ്യം പറയരുത്. അവര് തമ്മിൽ ഇഷ്ടത്തിലാ, കല്യാണം കഴിക്കേണ്ടവരുവാ. പക്ഷെ ഇത്തരം ചടങ്ങുകൾ അവളുടെ അച്ഛനറി അല്ല, അവളുടെ അച്ഛന്റെ ആത്മാവിനെ സാക്ഷി നിർത്തി ചെയ്യേണ്ട കാര്യങ്ങളാ. ഓ, അല്ലാതെ ഒളിച്ചോടി പോയി ചെയ്യേണ്ടതൊന്നുമല്ല. നീ ഒന്ന് പോയേ. എനിക്കറിയാം ഞാൻ പറഞ്ഞ വിശ്വസിക്കില്ലെന്ന്. ദാ കണ്ടു നോക്ക്. മേനോൻ സാറിന്റെ മോളെ ദേവുവിനെ വിവാഹം കഴിക്കേണ്ട ആള് സഞ്ജയ. വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെ കറക്കിയെടുത്തു എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ നന്ദേട്ടനെ വിളിച്ചു നോക്കട്ടെ. നന്ദേട്ടാ, അറിഞ്ഞോ? സാന്ദ്രയുടെ മോതിരമാറിലൊക്കെ കഴിഞ്ഞു. ഡോക്ടർ സഞ്ജയ ചെറുക്കൻ. ഞാനിന്ന് അമ്പലത്തിൽ ചെന്നപ്പോ അവിടെ വെച്ചാ കണ്ടത്. അതെ, ചേട്ടൻ ഇങ്ങനെ ഉണ്ട് വയറും വീർപ്പിച്ചോണ്ടിരുന്നോ? മക്കള് കാണിച്ചു കൂട്ടുന്നൊന്നും അറിയുന്നില്ലല്ലോ. നീ ആ പ്ലേറ്റ് എടുത്തു വെച്ച് അവിടെ ഇരുന്നേ. ഉണ്ണാനും ഉറങ്ങാനും ഒന്നും അല്ല ഞാനിപ്പോ വന്നത്. പിന്നെ അങ്കിൾ, സഞ്ജയ് വിവാഹം കഴിക്കുന്നത് എന്നെയാണോ അത് വേറെ ആരെങ്കിലും ആണോ? അതെന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നത്? സഞ്ജയും നീയുമായിട്ടുള്ള വിവാഹം നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതല്ലേ? അങ്കിളിന് ഉറപ്പാണോ? ഇതെന്താ മോളെ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സംശയം? നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ? സഞ്ജയുടെ പോക്കത്ര ശരിയായ വഴിക്കല്ല ഏട്ടാ. അവന് ആ കളക്ടർ പെണ്ണുമായിട്ടുള്ള കറക്കം ഇത്തിരി കൂടുതലാ. ദേവു തന്നെ ചേട്ടനോട് പലപ്പോഴും പറഞ്ഞതാ. അപ്പോഴൊന്നും ചേട്ടൻ അത് കാര്യമായിട്ട് എടുത്തില്ല. അങ്കിളിനറിയോ, ഇന്ന് സഞ്ജയ് അമ്പലത്തിൽ വെച്ച് അവളുടെ വിരലില് മോതിരം അണിയിച്ചു. സഞ്ജയ് വിവാഹം കഴിക്കുന്നത് അവളെയാണെന്ന് ഉറപ്പിച്ചു. വിട്ടിത്തം പറയാതെ മോളെ. അമ്പലനടയിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ വിരലിൽ മോതിരമിട്ടാൽ അത് വിവാഹ നിശ്ചയം തന്നെയാ. പക്ഷേ സഞ്ജയ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ അവന്റെ അച്ഛനും അമ്മയും പെങ്ങളും ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങളോട് ആലോചിച്ചിട്ടേ അവൻ അത് ചെയ്യൂ.
ഒരു IAS പെണ്ണിനെ കണ്ടപ്പോ അച്ഛനെ അമ്മയൊക്കെ അവനങ്ങ് മറന്നു. ചേട്ടന് വിശ്വാസം വരുന്നില്ല അല്ലേ? എന്റെ മോളെ അവൻ വഞ്ചിക്കുകയാണെങ്കിൽ ഈ പത്മിനി ആരാണെന്ന് അവൻ അറിയും. ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ. ഈ അമ്പലമുറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് നേരം കുറയായി. എന്താ കാര്യമെന്ന് വെച്ചാ പറ. നിന്നെ ഞങ്ങൾ കാനഡയിൽ പഠിക്കാനാണ് അയച്ചത്, അല്ലാതെ അവിടുത്തെ സംസ്കാരം പഠിക്കാനല്ല. അവിടെ ഒരു നിമിഷത്തെ പരിചയം മതി ആരും വിവാഹിതരാകാൻ. വിവാഹിതരാകാതെ ഒരുമിച്ച് താമസിക്കുന്നവരാണ് അധികവും ലിവിങ് ടുഗദർ. പക്ഷെ മോനെ, ഇത് കേരളമാണ്. കണ്ട മാത്രയിൽ പ്രേമിക്കാനും വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് ആലോചിക്കാതെയും പരസ്പരം തിരിച്ചറിയാതെയും എടുത്തു ചാടി ഒരു പെണ്ണിന്റെ വിരലിൽ മോതിരം ചാർത്തുന്നത് ഇവിടുത്തെ സംസ്കാരമല്ല. ഇത് പറയാനാണോ കോഴിക്കോട് നിന്ന് വണ്ടി കയറി കൊച്ചി വരെ എത്താനുള്ള സമയമെടുത്ത് പറഞ്ഞൊപ്പിച്ചത്? തറുതല പറയാനല്ല. വീട്ടിൽ പപ്പി വന്നു പോയതേ ഉള്ളൂ. ഏതായാലും അവള് വന്ന സമയത്ത് നീ ഇല്ലാതിരുന്നത് ഭാഗ്യം. അത്രയ്ക്ക് പരിഭവമായിട്ടാ വന്നത്. അതെന്താ കാര്യം? സഞ്ജയ്, നീ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത്. നിന്നെ പ്രതീക്ഷിച്ച് അവിടെ ഒരു പെണ്ണുള്ള വിവരം നിനക്കറിയില്ലേ? ദേവു വളരെ വിഷമിച്ചിരിക്കുകയാണ്. ഹോസ്പിറ്റൽ വാങ്ങിയത് തന്നെ ദേവുവിന്റെ ഹൗസ് സർജൻസി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാനാണ്. അതിനെന്താ ഇപ്പൊ കുഴപ്പം? നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യാലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം നടത്താൻ ഞങ്ങൾ സംസാരിച്ച് ധാരണയായതാണ്. ഓഹോ, അങ്ങനെയാണോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കരുത്. നിനക്കെല്ലാം അറിയാം. പക്ഷേ ആ സബ് കളക്ടർ പെണ്ണിനെ കണ്ടതോടെ നീ സന്ദർഭത്തിനനുസരിച്ച് ചാടിക്കളിക്കുകയാണ്. അതൊക്കെ അച്ഛന്റെ അമ്മയുടെയും തോന്നല്. ഭാര്യയാവേണ്ട പെണ്ണിനെ കുറിച്ച് ഓരോ ചെറുപ്പക്കാരനും ചില സങ്കല്പങ്ങളുണ്ടാവും. എന്റെ സങ്കല്പത്തിന് ഒരല്പം പോലും മാച്ച് ചെയ്യുന്ന പെണ്ണല്ല ദേവു. അതിനർത്ഥം ആ സബ് കളക്ടർ നിന്റെ സങ്കല്പത്തിലെ പെണ്ണാണെന്നാണ് അല്ലേ? ഷോ, ഞങ്ങളോട് പോലും ഒന്നും പറയാതെ നീ വിവാഹ നിശ്ചയം നടത്തി. ആര് പറഞ്ഞു നിശ്ചയം നടത്തിയെന്ന്? ഒരു മോതിരം ഇട്ടു എന്നുള്ളത് നേര് തന്നെയാണ്. പക്ഷെ നിങ്ങളെയൊക്കെ അറിയിക്കാതെ വിവാഹ നിശ്ചയമൊക്കെ നടത്തുമോ? അല്ലെങ്കിൽ തന്നെ അതൊക്കെ തീരുമാനിക്കേണ്ടത് രക്ഷിതാക്കളല്ലേ? അച്ഛൻ വിളിച്ചു വരുത്തിയപ്പോ ഞാൻ അങ്ങ് പേടിച്ചുപോയി. മാമാട്ടി, അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അമ്പലത്തിൽ വെച്ച് നടന്നുവെന്നും ഓടിച്ചെന്ന് അമ്മമ്മയോട് പറഞ്ഞേക്കരുത്. മോളൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, മനസ്സിലായോ? അത് പിന്നെ അങ്ങനെയല്ലേ. വാ.
കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പൊ വരാം. എനിക്ക് പിന്നെ സമയം ഉണ്ടാവില്ല. വേണമെങ്കിൽ വന്ന് കഴിച്ചിട്ട് പോ. ശരി. ഇതെന്താ അമ്മേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞതല്ലേ. നേരമായി വരുന്നതല്ലേ ഉള്ളൂ. എനിക്ക് വേറെ പണിയുണ്ട്. ഇന്നിത്തിരി നേരത്തെ കിടക്കണം. ചോയ്ക്ക്. നീ എന്തിനാ അവളുടെ കൈ പൊത്തി പിടിക്കുന്നത്? നമ്മൾ അമ്പലത്തിൽ പോയില്ല. ഡോക്ടർ അങ്കിളിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. മോതിരം ഇട്ടിട്ടുമില്ല.